വിജയന് നിർണായകമായിരിക്കും. പക്ഷേ നിലമ്പൂരെ വോട്ടർമാർക്ക് ഈ ആവേശം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ തവണ 70% മുകളിൽ പോയത് 76% മുകളിൽ പോയതാണ്. 65-ലും 62-ലും ഇടയ്ക്കായിരിക്കും പോളിംഗ് ശതമാനം. അത്രയും ഇടിയാൻ സാധ്യതയുണ്ട്. ഒരു 10% ഇടിവോ? നല്ലൊരു ഇടിവുണ്ടാവും. പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് വോട്ട് ചെയ്യാനായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യം അവിടെ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ മറ്റിടങ്ങളിൽ പോകുന്നവരും കുറവാണ്. അവരെ കൂടുതലും കർഷകരായിട്ടുള്ള നിലമ്പൂരിൽ തന്നെ സ്ഥിരതാമസമാക്കിയ ആളുകളാണ് കൂടുതൽ. അല്ല, ഗൾഫിൽ പോകുന്നത് ഞാൻ ഒരു ആട്രിബ്യൂഷൻ പറഞ്ഞതാണ്. മഴയില്ലെങ്കിൽ 10% കുറവുണ്ടാവുന്നില്ല. 62 മുതൽ 60% വരെ. എന്തിനാ അങ്ങനെ ഒരു കുറവ് വരേണ്ട കാര്യം? കാരണം ഞാൻ ചോദിക്കുന്നത് ഈ ഇലക്ഷനോട് വിരക്തി തോന്നിയിട്ട് വോട്ട് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. 8 മാസം അതിലൊരു പ്രശ്നമുണ്ട്. എന്താ പറയുക, അതിന്റെ ഒരു ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലുള്ള ആൾക്കാരെ നമ്മുടെ ബൂത്ത് ഏജന്റിന്റെ പണി എന്താ? ഏത് വീട്ടിൽ നിന്ന് ആര് വന്നില്ല നോക്കലാണ്. സെക്കൻഡ് കൊണ്ട് അവിടെ ഇന്ന വീട്ടിൽ നിന്ന് പാലക്കാട് എന്ന് പറയാൻ അത്രയും ജനങ്ങൾ അവിടെ ഇല്ല, ആ മണ്ഡലത്തിലില്ല. നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പാലക്കാടുള്ള ഗൾഫിലൊന്നും പാലക്കാട് ജില്ലയ്ക്ക് പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ് പാലക്കാടുകാർ കൂടുതൽ. നിലമ്പൂർ എന്ന് പറയുന്നത് 10% ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. പാലക്കാടുണ്ടോ? പാലക്കാടില്ല. അപ്പൊ ആ 10% അവിടെ തന്നെയുണ്ട്. കാര്യം ലീഗിന്റെ കേഡർ പോലെ പണിയെടുത്തിരിക്കുക അവര്. പണിയെടുത്തത് വ്യത്യാസം. പാലക്കാടും രണ്ട് കാര്യമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളും രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവരുടെ പാർട്ടി പ്രവർത്തകരെ ആവേശത്തിൽ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്ന വോട്ട്. 2, വോട്ടർമാർ ചെയ്യുന്ന, സാധാരണ ജനം ചെയ്യുന്ന വോട്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ആ ആവേശം 8 മാസത്തിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് വോട്ടർമാരിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5% ഡിപ്പ് എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നത്. പക്ഷേ 10% വരെ പോകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ രീതിയിലുള്ള, അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു അടയാളപ്പെടുത്തലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി രേഖപ്പെടുത്തണം. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ 10% ഡിപ്പ് വരില്ല. കാര്യം ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലാണ് മാറ്റത്തിന് വേണ്ടി ആളുകൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് വരിക. ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? വീട്ടിൽ തന്നെ ഇരിക്കാം. പക്ഷേ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കണമെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യും. അത് ഞാൻ ജിമ്മി പറഞ്ഞതുപോലെ 76% എന്നുള്ളത് ഒരുപക്ഷെ 72 71% ആ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കണം. അവിടെ 71 വളരെ കുറഞ്ഞ പോളിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 78 2016 എപ്പോ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക 78 പോയി. അത് കഴിഞ്ഞ് പിന്നെ ഭരണവിരുദ്ധ വികാരം കാര്യമായിട്ടില്ലാതെ വന്നു. സംഭവം എന്ത് ചെയ്തു? 2% ഡിപ്പ്, 76%. അപ്പോ ആ ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ പോളിംഗ് പെർസെന്റേജ് കാര്യമായി. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോളിംഗ് പെർസെന്റേജിൽ വലിയ ഡിപ്പ് ഉണ്ടാവില്ല. അതാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ എന്റെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് ഒരു ഭരണവിരുദ്ധ വികാരം കാണിക്കാനുള്ള ഒരു വോട്ടെടുപ്പായി വോട്ടർമാർ മാറ്റുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ലോജിക്കിന്റെ ഒരു ഇഷ്യൂ 8 മാസങ്ങൾക്ക് ശേഷം ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോകുന്ന സമയത്ത് അത് ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് ഇതൊരു സെമിഫൈനലല്ല. ഇത് ആർക്ക് അൻവർ ജീവൻ പറഞ്ഞ പ്രശ്നമായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ടും ഉയരുന്ന വിമർശനം ഉയരുന്നത്, പ്രതിപക്ഷം ഉയർത്തുന്നത് എന്താ? ഇതൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴമളക്കാനുള്ള തെരഞ്ഞെടുപ്പ് വി.ഡി. സതീശൻ പറയുന്നു. മറുഭാഗത്ത് എന്താ? ഇന്നും സ്ഥാനാർത്ഥി പറയുന്നത് ഭരണ മികവ് ചൂണ്ടിക്കാട്ടി നിലമ്പൂരിന്റെയും കേരളത്തിന്റെയും വികസനത്തിന് വേണ്ടി വോട്ട് എന്ന നിലയിലാണ്. രണ്ട് മുന്നണികളെയും ക്ലെയിം അതാണ്. ഒന്നുകിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ സർക്കാരിനെതിരെ, അതല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി. ഇനി അതല്ല, MLA-ക്കെതിരെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വരും. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. കാര്യം MLA ആ അർത്ഥത്തിൽ സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടെ അവിടെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 10% ഡിപ്പ് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു കുറച്ചുകൂടി എക്സാജറേറ്റഡ് ആണോ എന്നൊരു സംശയം. ക്യാൻ ബി എക്സാജറേറ്റഡ്. പക്ഷെ അതിന്റെ പോയിന്റ് അതല്ല. ഈ വിഷയത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവണമെന്ന് UDF-ന് ആഗ്രഹിക്കാം. ഭരണവിരുദ്ധ വികാരത്തിനെതിരെ അങ്ങനല്ല, ഭരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് LDF-ന് ആഗ്രഹിക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ ഈ കാര്യങ്ങൾ, പിണറായി വിജയൻ സർക്കാരിനെതിരെ വോട്ട് ചെയ്ത് കളയണമെന്ന ആവേശം, ഇതൊന്നും 8 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല.